നമസ്കാരം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓണം അടുപ്പിച്ചുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ തോതിൽ ഒരു ബജറ്റൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. പല മാധ്യമങ്ങളും ഇതിനെ ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് 75,000 രൂപയൊക്കെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബെയിലി പാലം നിർമ്മിക്കാൻ 1 കോടി രൂപ, എയർലിഫ്റ്റിങ്ങിന് വേണ്ടി ഇത്ര കോടി രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണക്കുകളൊക്കെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ വാർത്ത ബ്രേക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി വന്ന് തിരുത്തി പറഞ്ഞിട്ടും ചില മാധ്യമങ്ങൾ വാർത്ത തിരുത്തൽ കൊടുത്തിരുന്നു. കാര്യം ഇതുവരെ ചെലവായ തുകയല്ല ഇത്. നമുക്കറിയാമല്ലോ, അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം കൊടുത്ത വകയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് വിശദമായൊരു പറഞ്ഞു, ഇത് ഒരിക്കലും ചെലവാക്കിയ തുകയല്ല, ഇതെല്ലാം എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടത് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടും പല മാധ്യമങ്ങളും അത് ഞങ്ങൾ പറഞ്ഞതാണ് ശരി, മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ്, മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വാർത്തകളുമായി നിരന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. വാർത്താ ചാനലുകളിലും ചർച്ചകളും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഇത് സത്യത്തിൽ എന്താണ് വാസ്തവം എന്ന് ചോദിച്ചാൽ, ഇത് ഓഗസ്റ്റ് മാസം 17 സമർപ്പിച്ച ഒരു എസ്റ്റിമേറ്റ് ആണ്. ഇന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ചിലവ് വരും എന്നുള്ള കാര്യം. ഇത് കാര്യം അവിടെ എയർലിഫ്റ്റിംഗ് നടത്തുന്നുണ്ട്, മൃതദേഹ സംസ്കരിക്കാൻ ഇത്രയുണ്ടാവാൻ സാധ്യതയുണ്ട് തുടങ്ങിയ 17-ാം തീയതി ഓഗസ്റ്റ് മാസം 17, ജൂലൈ മാസം 30 ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് 10-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ 10-ന് ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ദിവസത്തിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് എന്താണ് കേരളത്തിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 0 ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് അതിനുശേഷം ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് നൽകുകയുണ്ടായത്. അപ്പം ഇത് പ്രകാരം അപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അപ്പോഴും ആ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചില മാധ്യമങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ളിടത്ത് തന്നെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇനിയും ശരിയായ കണക്കുകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കേന്ദ്രമന്ത്രിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്ന് മൈക്കിൻ്റെ ID നോക്കി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പല കേന്ദ്രമന്ത്രിമാരും, അതായത് എസ്പെഷ്യലി നമ്മുടെ സുരേഷ് ഗോപി പെരുമാറുന്നത്. ഞാൻ എവിടെ നിന്ന് വരുന്നു അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറയുന്ന ധാർഷ്ട്യം കലർന്ന ഒരു മറുപടി ആയിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി എന്തൊക്കെയാണ് യഥാർത്ഥ കണക്കുകൾ, കേരളത്തിന് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചിട്ടുണ്ടോ, ഇതുവരെയുള്ളൊരു കാലഘട്ടങ്ങളിലെ ഒരു കണക്കുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് SDRFിൻ്റെ മാനദണ്ഡം നമ്മൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. SDRFിൻ്റെ മാനദണ്ഡ പ്രകാരം 10 ഇനങ്ങളിലായി 214 കോടി രൂപയാണ് ശരിക്കും സർക്കാരിന് ചിലവഴിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നൽകാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ നമ്മളുടെ കണക്കുകൾ നമ്മുടെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ഇവാലുവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ 524 കോടി രൂപയാണ്. അപ്പം ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വരുന്നത്. അപ്പം കേരളത്തിന് നമ്മൾ ഇപ്പം വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ വീട് നിർമ്മാണത്തിനായി കേന്ദ്രത്തിൽ നമ്മൾ അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ഒരു വീടിന് ലഭിക്കുക. നമുക്കറിയാം, ഒരു വീടിന് നമുക്ക് ഇപ്പോഴത്തെ സാധന സാമഗ്രികളുടെ വിലയും എല്ലാം കണക്കാക്കി നോക്കുമ്പോൾ ഇന്ന് ഒരു വീടിന് ഈ പറയുന്ന 1.25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. സംസ്ഥാന സർക്കാർ അവിടെ 15 ലക്ഷം രൂപയുടെ വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വീട് നഷ്ടപ്പെട്ട് പോയവർക്ക് 15 ലക്ഷം രൂപയാണ് ഒരു വീടിന് പുറത്ത് സംസ്ഥാന സർക്കാർ ഈടാക്കാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തരാൻ ഉദ്ദേശിക്കുന്ന 1.2 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ഒരു വീടിന് മുടക്കാൻ ഉദ്ദേശിക്കുന്ന 15 ലക്ഷം രൂപയും തമ്മിൽ എത്ര ലക്ഷം രൂപയുടെ അന്തരമുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് അതിനകത്തിലെ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ പരിക്ക് പറ്റിയതിനെ ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 മുതൽ 60% വരെ പരിക്കേറ്റ ആളുകൾക്ക് 74,000 രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം 60% മേലെയാണെങ്കിൽ 2.5 ലക്ഷം രൂപ അനുവദിക്കും. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർക്കാർ അത് 6 ലക്ഷം രൂപ നൽകാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുന്നതാവും ശരി. വാടക ഇനത്തിൽ ഇതുവരെയായി
6000 രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അവിടെ മുണ്ടക്കൈയിൽ ഇനിയും അവശേഷിച്ച് കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് താമസിക്കാൻ വീടുകൾ വേണം. അപ്പോൾ ആ വീടുകൾ പല സ്ഥലങ്ങളിലായി സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിന് പ്രതിമാസം 6000 രൂപ എന്നുള്ള കണക്കിൽ വാടക നൽകാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതാണ്. പിന്നെ വേറൊരു കാര്യം, കേന്ദ്രം ഇതുവരെ ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് നമുക്കറിയാം, കേന്ദ്രത്തിലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു ചികിത്സ പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് രസിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതായത് 10,000 രൂപ വീതം 946 കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ചിലവുകൾ എന്നുള്ള കണക്കിൽ. അത് ഏകദേശം 10.9 കോടി രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉപജീവനത്തിനായി ഏകദേശം 300 രൂപ വീതം അവരുടെ ഡെയിലി കാര്യങ്ങൾ നടന്നു പോകുന്നതിന് വേണ്ടി 300 രൂപ വെച്ചുള്ള കണക്ക് പ്രകാരം 4.35 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ പറയുന്ന 6000 രൂപ എന്ന് പറയുന്ന കണക്ക് പ്രകാരം ഏകദേശം കൊടുക്കുന്ന 670 കുടുംബങ്ങൾക്കാണ് ഈ തരത്തിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് നൽകിയിരിക്കുന്നത്. അത് പ്രകാരം 4.2 കോടി രൂപ ഇത് സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുവരെ 6 ലക്ഷം രൂപ വീതം 114 കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മരണപ്പെട്ട ആശ്രിതർക്കുള്ള ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്നത് 6 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ 6 ലക്ഷം രൂപ വെച്ച് 114 കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ 6.84 കോടി രൂപ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിലയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ എത്രത്തോളമാണ് നമ്മുടെ ഇവിടെ വന്ന് കരഞ്ഞു കൂവി കുഞ്ഞുങ്ങളെ എല്ലാം എടുത്ത് താലോലിച്ചു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ഒരു അഭിനയമല്ലെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി പറയേണ്ടി വന്നു. കാരണം അദ്ദേഹം അന്ന് കാണിച്ചത് പച്ചയ്ക്ക് പറഞ്ഞാൽ അഭിനയം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. കാര്യം നമുക്കറിയാം, തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും വേണ്ടിയിട്ട് 3000 ചില്ലുവാനം കോടികൾ അനുവദിച്ചപ്പോൾ അവിടെ വെറും 35 പേരാണ് മരിച്ചത്. ഓരോ ജീവനും വിലയുണ്ട് എന്നിരുന്നാൽ പോലും 35 പേർ മരിച്ച ഒരു സ്ഥലത്തേക്ക് 3000 ചില്ലുവാനം കോടി രൂപ അനുവദിച്ചു കൊടുത്തു അവരുടെ സഹായമായി. 400-ലധികം ആളുകൾ ജീവൻ വെടിഞ്ഞുപോയി. നിരവധി ആളുകളെ ഇനി കിട്ടാനും പരിക്കേറ്റവരുമായും കഴിയുന്നവർക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ എന്നിട്ടാണ് ഇത്രയും കൊടുക്കാതെ ഇരുന്നിട്ടാണ് ഇത്രയും ഒരു കാഷ്വാലിറ്റി, ഒരു ദുരന്തം അവിടെ ഉണ്ടായ സാഹചര്യത്തിൽ പോലും കൊടുക്കാതിരുന്നപ്പോൾ കുറേയേറെ മാധ്യമങ്ങൾ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതും ഓഗസ്റ്റ് മാസം 17 കൊടുത്ത ഒരു റിപ്പോർട്ടിന്റെ പുറത്ത് തിരുവോണത്തിന് ചർച്ചയ്ക്ക് വിഷയമില്ലാതിരുന്നപ്പോൾ അതെല്ലാം കൂടി എടുത്ത് ചർച്ച ചെയ്യുകയും സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പല മാധ്യമങ്ങളും തിരുത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നിരുന്നാൽ പോലും ചില മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് കണക്കാക്കി നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 2012 മുതലുള്ള ഒരു കാലഘട്ടം നമ്മളെടുത്ത് നോക്കാം. നമ്മൾ കേരളം ആവശ്യപ്പെട്ടത് എത്രേ, കേന്ദ്രം നൽകിയത് എത്രേ, ഇത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് 2012-13 കാലഘട്ടത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ആ കാലത്ത് നമ്മൾ കേരളം ആവശ്യപ്പെട്ടത് 1428 കോടി രൂപയാണ്. നമ്മൾ ചിന്തിക്കണം, ആ സമയത്ത് നമുക്ക് കിട്ടിയത് വെറും 15.96 കോടി രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ സഹായമായി കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടത് എത്രേ, നമുക്ക് ലഭിച്ചത് എത്രേ. അതാണ് നമ്മൾ കണക്ക് കൂട്ടി നോക്കുന്നത്. ആ സമയത്ത് 12-ൽ ഒരു വലിയ വരൾച്ചയുണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, കൃഷി എല്ലാം നാശമായി. ആ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടത് 3464.01 കോടി രൂപയ്ക്കാണ് കേരളം അന്ന് ആവശ്യപ്പെട്ടത്. അന്ന് നമുക്ക് നൽകിയതോ വെറും 18.31 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നമുക്ക് നൽകിയത്. ഇനി അടുത്തത് 2012-13 തന്നെ വീണ്ടും ഒരു വരൾച്ച സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. കാര്യം നമുക്ക് 18 കോടി രൂപ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് വീണ്ടും ഒരു സ്പെഷ്യൽ പാക്കേജ്, ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാനത്തിന് അനുവദിക്കണം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ആ സമയത്ത് അത് എത്രയാണ് നമുക്ക് നോക്കാം. 4429.61 കോടി രൂപയാണ് നമ്മൾ അന്ന് ആവശ്യപ്പെട്ടത്. അന്ന് നമുക്ക് കിട്ടിയത് വെറും 61.74 കോടി മാത്രം. ഒന്ന് ആലോചിക്കുക, കേരളത്തോട് കേന്ദ്രം കാട്ടിക്കൊണ്ടിരിക്കുന്ന വിവേചനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തതോ 13-ൽ വീണ്ടും ഒരു മഴക്കെടുതി ഉണ്ടായി.
അന്നുണ്ടായ നാശനഷ്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് 503.87 കോടി രൂപ. അപ്പോൾ അന്ന് കേന്ദ്രം നമ്മളോട് പറഞ്ഞു പോയി വേറെ പണി നോക്ക്, ഞങ്ങളുടെ ഇനി ഒന്നും തരാനില്ലെന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മൾ 503 കോടി രൂപ ആവശ്യപ്പെട്ടോ, നമുക്ക് കിട്ടിയതോ ഒന്നുമില്ല. ഒരു നയാ പൈസ പോലും നമുക്ക് കേന്ദ്രം തന്നില്ല ആ വർഷം, ആ മഴക്കെടുതിക്ക്. വീണ്ടും 14 നാണം കെട്ട നമ്മൾ വീണ്ടും പോയി നമ്മൾ 237 കോടി രൂപ, അന്ന് ഈ മഴക്കെടുതി ഉണ്ടായി. 237 കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടു. അന്നും പറഞ്ഞു നിങ്ങൾ പോയി വേറെ പണി നോക്കാൻ. അന്നും ഒരു നയാ പൈസ കേന്ദ്രം നമുക്ക് തന്നിട്ടില്ല. ഇന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ചില കക്ഷികളും കൂടെ ചേർന്നിട്ട്, രാഷ്ട്രീയ കക്ഷികളും കൂടെ ചേർന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അന്നം മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ പഴയ ചില കണക്കുകൾ മനസ്സിലാക്കണം. അന്ന് നമുക്ക് കിട്ടിയത്, അതായത് 14 മഴക്കെടുതിയിൽ നമുക്ക് കിട്ടിയത് വെറും 1 രൂപ പോലും നമുക്ക് നൽകിയില്ല എന്നുള്ളതാണ്. ഇനിയോ 14 വീണ്ടും മഴക്കെടുതി ഉണ്ടാകുന്നു. 258.32 കോടി രൂപ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അന്ന് കിട്ടിയതോ വെറും 2 കോടി രൂപ. ആലോചിച്ച് നോക്കുക. ഇവിടെ തെലങ്കാനയ്ക്ക് കൊടുത്തതിൻ്റെ കണക്കുകൾ പറഞ്ഞു, 35 പേര് മരിച്ചതിൻ്റെ കണക്കുകൾ നമ്മൾ പറഞ്ഞു. അവിടെ കൊടുത്ത കണക്ക് എത്രയാണെന്ന് നമുക്കറിയാം. അവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി മറ്റൊരു കണക്കിലേക്ക് പോവാം. 16-17 നമുക്ക് ഇവിടെ വലിയൊരു വരൾച്ചയുണ്ടായി. 2016-17 ആ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തത് 992.5 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തതാണ്. അന്നോ വെറും 31.72 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നമുക്ക് അനുവദിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളോട് കേന്ദ്രം പെരുമാറുന്ന രീതി. 2017 പുറ്റിങ്ങൽ ദുരന്തമുണ്ടാകുന്നത്. നമുക്കറിയാം, നിരവധി ആളുകൾ മരിച്ചുപോയ ഒരു വെടിക്കെട്ട് അപകടം. ആ വെടിക്കെട്ട് അപകടത്തിൽ നമ്മൾ 48.15 കോടി രൂപ നൽകണം. അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ആശുപത്രിയിൽ വരികയും രോഗബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരെ അവിടെ വന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും ഈ കാണിച്ച പോലുള്ള മുതലക്കണ്ണീർ അന്നും ഒഴുക്കിയിട്ടുണ്ട്. അന്ന് കേരളത്തിന് ഒരു നയാ പൈസ തന്നില്ല. ആരെങ്കിലും ചോദിച്ചോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. അന്ന് 1 രൂപ പോലും നമുക്ക് നൽകിയില്ല. അന്ന് പ്രധാനമന്ത്രി അവിടെ വരികയും അവരെ കണ്ട് കരയുകയും കണ്ണീരൊപ്പുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ട് നമുക്കൊന്നും തന്നില്ല. വീണ്ടും 17 ഓഖി ഉണ്ടാകുന്നു. നമ്മുടെ കടൽ തീരം ആകപ്പാടെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ഓഖി ചുഴലിക്കാറ്റ് തീരദേശം മുഴുവൻ ആഞ്ഞടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു 431 കോടി രൂപ നമുക്ക് ചിലവാകും, നമുക്ക് അത്രത്തോളം നാശനഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വെറും 111.70 കോടി രൂപ മാത്രമാണ് നമുക്ക് നൽകിയത്. ആ ഒരു വിവേചനം വളരെ ഗംഭീരമാണ്. 18 പ്രളയം ഉണ്ടായി. നമുക്കറിയാം, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രളയമാണ് 2018 ഉണ്ടായത്. അതിനെ പിന്നീട് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, നരേറ്റീവ്സ് പിന്നീട് കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് നമുക്ക് 4796.40 കോടി രൂപ ആവശ്യമായി വന്നു. അതിനും കേന്ദ്രത്തോട് കൈനീട്ടി. ആ സമയത്ത് നമുക്ക് തന്നതോ 2904.85 കോടി രൂപ മാത്രമാണ്. ഇനി മറ്റൊരു കണക്കൂടി നമ്മൾ നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. വെള്ളപ്പൊക്കം 19 ഉണ്ടായൊരു വെള്ളപ്പൊക്കമുണ്ട്. ആ വെള്ളപ്പൊക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2101.88 കോടി രൂപ ഞങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടി. അന്നും കേന്ദ്രം പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കാൻ, ഞങ്ങൾ 1 രൂപ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊല്ലവും കഴിഞ്ഞ 2019 നമുക്ക് വെറും 0 രൂപയാണ് കിട്ടിയത്. 1 രൂപ, ഒരു നയാ പൈസ നമുക്ക് കേന്ദ്രം നൽകിയില്ല. ഇതൊക്കെയാണ് കേന്ദ്രം നമ്മളോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന വിവേചനം. ഈ വിവേചനത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും. ചില മാധ്യമങ്ങളൊക്കെ അതിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് വേറിട്ട് ചില തിരുത്തലുകളൊക്കെ ആയി മുന്നോട്ട് വരികയൊക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഓണക്കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തമായൊരു കിടപ്പാടം പോലും ഇല്ലാത്ത കുറേയധികം ആൾക്കാരെ കണ്ണീരിലാഴ്ത്തുന്ന ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കുഞ്ഞിനെ എടുത്തു പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കൈകൊണ്ട് തലവോട്ടിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ചുപോയ പ്രധാനമന്ത്രി എന്തേ ആ കുഞ്ഞിൻ്റെ അനാഥത്വത്തിൻ്റെ നേരെ കണ്ണടച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അവിടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി, തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് തങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, തങ്ങളെ പിന്താങ്ങി നിൽക്കുന്ന കക്ഷികൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അനധികൃതമായ തുകകൾ അനുവദിക്കുമ്പോൾ ഇവിടെ നിരവധി നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് നോക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല.
ഇവിടുന്ന് നമ്മൾ 2 കേന്ദ്രമന്ത്രിമാരെ അയച്ചിട്ടുണ്ട്. അവരെ കൊണ്ടുപോലും ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് രസം. അപ്പോൾ ഇന്ന് എന്തിനാണ് ഇവരെയൊക്കെ നമ്മൾ ജയിപ്പിച്ച് വിട്ടത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, നമ്മൾ ആവശ്യപ്പെട്ടതും തന്നതും കൂടെ കണക്കാക്കി നോക്കുമ്പോൾ ഇതുവരെ 2012 മുതലുള്ള ഒരു കാലഘട്ടത്തിൽ, ഇതുവരെ 19 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട തുകയും കേന്ദ്രം നമുക്ക് അനുവദിച്ച തുകയും തമ്മിൽ കണക്കാക്കി നോക്കുമ്പോൾ അജഗജാന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം വ്യത്യാസം അതിനകത്തുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും ഇത്തരത്തിൽ ഈ പറയുന്ന കേന്ദ്രത്തിന് വേണ്ടി കുടപിടിച്ചു കൊടുക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ആ ജൂലൈ മാസത്തിലെ ആ ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന വെള്ളത്തിനൊപ്പം മണ്ണിനോട് ചേർന്ന് പോയത്. അവരെ സഹായിക്കാൻ, അവരെ സഹായിക്കുന്ന കൈകൾ ഇനിയും നിങ്ങൾ അരിഞ്ഞു കളയരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.